ഹായ്, ഞാൻ കണ്ണൂർ എൻ്റെ വീട്ടിലാണത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ വെക്കുന്ന സിങ്ക്, പാത്രങ്ങൾ കഴുകുന്നത്. ഈ സിങ്ക് എല്ലാവരുടെ വീട്ടിൽ കാണും. എല്ലാവരും കാണുമെന്ന് എനിക്കറിയില്ല, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അടുക്കളയിൽ കയറാണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സിങ്കിൽ ഇത് ഞാൻ കഴിച്ച പാത്രമാണ്. ഓക്കെ, ഞാൻ കഴിച്ച പാത്രം. ഈ പാത്രം ഞാനാണ് കഴുകുക. ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് മുമ്പ് അമ്മക്ക് ഒരു പ്രാവശ്യം സുഖമില്ലാതിരുന്ന സമയത്ത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു, എന്നോടും എൻ്റെ ചേട്ടനോടും പറഞ്ഞു, നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ കഴുകുക, അതിൻ്റെ കൂടെ സിങ്കിലുള്ള കുറച്ച് പാത്രങ്ങൾ കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മക്കൊന്ന് ഹെൽപ്ഫുള്ളാവും. ഓക്കെ, അപ്പം അമ്മക്ക് അത്ര പാത്രമേ കഴുകേണ്ടി വരും. ഒരു സിങ്കിൽ കിടക്കുന്ന 3-4 പാത്രം കൂടി കഴുകുക, അതൊന്ന് കഴുകിയിട്ട് അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, അറമാദിക്കുന്നുണ്ട്, ചിലപ്പോൾ സിനിമക്ക് പോകുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ആൺകുട്ടികളോടാണ് കേട്ടോ ഞാൻ ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ടി വിൻ്റെ മുമ്പിലിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള സീരിയൽ എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കുള്ള ഭക്ഷണം, രാത്രിക്കുള്ള ഭക്ഷണം, ഇത് മുഴുവൻ ഉണ്ടാക്കി തന്നിട്ട് അവിടെ സീരിയലിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവരെ മാറ്റിയിട്ട് അവിടുന്ന് സ്പോർട്സ് ചാനലിൽ വെച്ചിരുന്ന് കണ്ടിട്ട് അതും കഴിഞ്ഞിട്ട് വന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ച പാത്രം, എച്ചിൽ പാത്രം അമ്മ കഴുകണം അല്ലേ? എന്നെങ്കിലും നിങ്ങളിൽ ഒരാൾ അമ്മ കഴിച്ച പാത്രം കഴുകിയിട്ടുണ്ടോ? ഞാൻ കഴുകിയിട്ടുണ്ട്. അത് കഴുകുമ്പോഴേ അതിൻ്റെ വിഷമല്ല, അതിൻ്റെ ഒരു ഫീലുണ്ട്. ആ ഫീല് നമുക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഴിക്കുന്ന എച്ചിൽ പാത്രമാണ് അമ്മ കഴുകുന്നത്, അതും വർഷങ്ങളായിട്ട്. ഓക്കെ, നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾക്ക് കഴുകിക്കൂടെ? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളല്ലേ ബാക്കിയുള്ള എന്താ പറയുന്ന ചീൻചട്ടി, ബാക്കിയുള്ള കാര്യങ്ങളും. അതിലൊരു 2 പാത്രം കഴുകി വെച്ചൂടെ നിങ്ങൾക്ക്? ഈ രാവിലെ മുതൽ ഇത് മുഴുവൻ ഉണ്ടാക്കി തരുകയും വേണം, ഈ പാത്രവും കഴുകി വെക്കണം. കഴിയുന്നത് നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ തന്നെ കഴുകി വെക്കുക. ചെറിയൊരു ഇതാണ്. ഇതിൻ്റെ അടിയിൽ കുറേ പൊങ്കാലയും കമൻറ്റും, ഓ നിനക്കിപ്പം വീട്ടിൽ ഇത് തന്നെയാണ് അല്ലടാ പണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് എനിക്കറിയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർത്തോളം ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ചിലവരെങ്കിലും മാറിയിട്ടെങ്കിലേ നല്ലതല്ലേ? അത് ഒരു നല്ലൊരു കാര്യം നമുക്ക് കൺവേ ചെയ്തൂടെ? അതുകൊണ്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. താങ്ക് യു. സൈനിങ് ഓഫ്, ജിഷിൻ മോഹൻ.